കോൺഗ്രസ് ആസ്ഥാനത്ത് ദേശീയ പതാക ഉയർത്തിയ ചടങ്ങിൽ വന്ദേമാതരം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതിന് സോണിയാഗാന്ധി പരസ്യമായി മാപ്പ് പറയണമെന്ന് ബി.ജെ.പി. ദേശീയ ഗീതത്തെ അപമാനിക്കുന്നത് ശിക്ഷാർഹമാണെന്നും ബി.ജെ.പി. നേതാക്കൾ വ്യക്തമാക്കി. വന്ദേമാതരം പാടാറില്ല എന്നാണ് കോൺഗ്രസ് നയമെന്ന് രാഹുൽ ഗാന്ധി സേവാദൾ പ്രവർത്തകരോട് പറയുന്ന ദൃശ്യങ്ങൾ നിഷികാന്ത് ദുബെ MP പുറത്തുവിടുകയും ചെയ്തു. പാർട്ടി നയങ്ങൾക്ക് വിരുദ്ധമായി കോൺഗ്രസ് ആസ്ഥാനത്ത് വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചതിൽ തീർത്തും പ്രതിരോധത്തിലായിരിക്കുകയാണ് കോൺഗ്രസ്. വന്ദേമാതരത്തെ അപമാനിച്ചാൽ ശിക്ഷ ഉറപ്പാക്കുന്ന ബില്ലിനെ പാർലമെന്റിൽ എതിർക്കുകയും കോൺഗ്രസ് ഭരിക്കുന്ന കേരളത്തിൽ സ്വാതന്ത്ര്യദിന ചടങ്ങിൽ വന്ദേമാതരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ ഘട്ടത്തിലായിരുന്നു പാർട്ടി ആസ്ഥാനത്ത് തന്നെ വന്ദേമാതരം പൂർണ്ണമായും പാടിയത്. വന്ദേമാതരം ആലപിക്കുന്നത് തടയാൻ ശ്രമിച്ചതിന് സോണിയാഗാന്ധി രാജ്യത്തോട് മാപ്പ് പറയണമെന്ന് ബി.ജെ.പി. ആവശ്യപ്പെട്ടു. ദേശീയ ഗീതത്തെ അപമാനിക്കുന്നത് ശിക്ഷാർഹമാണെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും ബി.ജെ.പി. നേതാക്കൾ വ്യക്തമാക്കി. വന്ദേമാതരം പാടുന്നത് കോൺഗ്രസ് നയമല്ല എന്ന് രാഹുൽ ഗാന്ധി സേവാദൾ പ്രവർത്തകരോട് പറയുന്ന ദൃശ്യങ്ങളും നിഷികാന്ത് ദുബെ MP പുറത്തുവിട്ടു. കോൺഗ്രസ് പ്രവർത്തകരല്ല പാർട്ടി ആസ്ഥാനത്ത് വന്ദേമാതരം പാടിയതെന്നും മുതിർന്ന നേതാക്കൾ ഇടപെട്ടിട്ടും പൂർണ്ണമായും ആലപിച്ചെന്നുമാണ് കേരളത്തിലെ നേതാക്കളുടെ വാദം. എന്നാൽ വന്ദേമാതരം പൂർണ്ണമായും പാടുന്നതിൽ എന്താണ് തെറ്റെന്നും സോണിയാഗാന്ധി വന്ദേമാതരം തടസ്സപ്പെടുത്തിയിട്ടില്ല എന്നും ജയറാം രമേശ് ഉൾപ്പെടെയുള്ള നേതാക്കൾ വിശദീകരിച്ചു. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലും ഹിമാചൽ പ്രദേശിലും സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.